ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നിമ്ന വിജയൻ്റെ പുസ്തകത്തിൻ്റെ 5 അധ്യായങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. 6ാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അധ്യായം 6. 3 മാസം കഴിഞ്ഞാൽ ഓഫീസിൽ പെർഫോമൻസ് റിവ്യൂ ഉണ്ടാകും. പണിയൊക്കെ വൃത്തിയിൽ ചെയ്താൽ ചിലപ്പോൾ ഒരു ബോണസ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കേട്ടതിനാൽ ഓഫീസിൽ വന്നാൽ ഇപ്പോൾ അവൾക്ക് നല്ല ആത്മാർത്ഥതയാണ്. കാര്യമായി പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലയയുടെ കോൾ വന്നത്. ഇപ്പോൾ എടുത്തില്ലെങ്കിൽ പിന്നെ ഈ അടുത്ത കാലത്തൊന്നും പുള്ളിക്കാരിയെ സംസാരിക്കാൻ കിട്ടില്ലെന്ന് ഉറപ്പുള്ളതിനാൽ അവൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഫോൺ എടുത്തു. അമ്മു, നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ആൽവിൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. ഇന്നലെ ഞങ്ങൾ പുറത്തുപോയി ഓരോന്ന് സംസാരിച്ചപ്പോൾ ഞാൻ നിൻ്റെ കാര്യം പറഞ്ഞു. പുള്ളിക്ക് ഫോട്ടോ കണ്ടപ്പോൾ ഇഷ്ടമായി. നീ ഒന്ന് സംസാരിച്ച് നോക്ക്. നീ അവനെ കെട്ടിയാൽ നിനക്ക് ഇവിടേക്ക് താമസം മാറാലോ. നമ്മൾക്ക് രണ്ടാൾക്കും ഒരുമിച്ച് നിൽക്കാം. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് രസമായിരിക്കുമെന്ന്. എൻ്റെ ലയാ, എനിക്ക് ആരെയും കെട്ടണ്ട. അല്ലെങ്കിൽ കെട്ടിയാൽ തന്നെ ഞാൻ എന്തിനാണ് എൻ്റെ ഇവിടുത്തെ ജോലി കളഞ്ഞ് അവിടെ വന്ന് നിൽക്കുന്നത്? അവൻ വേണേൽ ഇവിടെ വരട്ടെ. ആൺകുട്ടികളുടെ സൗകര്യം നോക്കി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതിൽ എന്താ കാര്യം? ഓ, തുടങ്ങി അവളുടെ ഫെമിനിസം. നീ കെട്ടണ്ട, ചുമ്മാ സംസാരിക്കേ. ഞാൻ അവനോട് നീ മെസ്സേജ് ചെയ്യുമെന്ന് പറയാം. ഞാൻ സംസാരിക്കില്ല. എനിക്കിപ്പോൾ നല്ല സമാധാനമുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചേക്കാം. ഒന്ന് സംസാരിച്ചതിൻ്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല. അമ്മു, എല്ലാ ആൺകുട്ടികളും ഒരുപോലെയാണോ? കഴിഞ്ഞത് കഴിഞ്ഞു. അതാലോചിച്ച് നീ നിൻ്റെ ലൈഫ് കളയുന്നത് എനിക്ക് കാണാൻ വയ്യ. ഞാൻ ഓഫീസിലാണ്, പിന്നെ വിളിക്കാം. നീ പറഞ്ഞ കാര്യം ഒരിക്കലും നടക്കാൻ പോണില്ല. അതിഥി മറുപടിക്ക് കാത്തു നിൽക്കാതെ ഫോൺ വെച്ചു. വൈകിട്ട് ആൻറ്റിയുടെ വീട്ടിലേക്ക് നടക്കവേ ലയയെ വിളിച്ചാലോ എന്നവൾ ആലോചിച്ചു. അല്ലെങ്കിൽ വേണ്ട. അവൾ പിന്നെയും ഓരോന്ന് പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ എടുത്തിടും. അവൾ വാട്സാപ്പ് തുറന്ന് ലയയ്ക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചു. ലയ, എനിക്കറിയാം ഞാൻ ഹാപ്പി ആയിരിക്കാൻ വേണ്ടിയാണ് നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. പക്ഷേ ഞാൻ ഓക്കെയാണ്. ഈ ലൈഫായി ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എനിക്കിനി ആരെയും സ്നേഹിക്കാനൊന്നും വയ്യ. നമുക്കിനി ഈ കാര്യം സംസാരിക്കേണ്ട. ഹാപ്പി വാലൻറ്റൈൻസ് ഡേ ടു മൈ വാലൻറ്റൈൻസ് സിസ്റ്റർ എവ. ഇന്ന് പട്ടിയൊന്നും കടിക്കാൻ വന്നില്ലേ ചേച്ചി? ഡോർ തുറന്ന പാടെ ശാലു കളിയാക്കി ചോദിച്ചു. ഏതോ ഫ്ലാറ്റിൽ ഫുഡ് ഡെലിവറിക്ക് വന്ന ഒരു പയ്യനുണ്ടായി. ഞാൻ അവൻ്റെ സൈഡ് പിടിച്ച് നൈസായിട്ട് അകത്തോട്ട് കയറി. ആൻറ്റി എവിടെ? അമ്മ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാ. കുറച്ച് കഴിഞ്ഞേ വരൂ. വാ, നമുക്ക് കഴിക്കാം. ഞാൻ ചേച്ചിയെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ആൻറ്റിയെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാൻ അങ്കിൾ സമ്മതിച്ചോ? അതിന് അച്ഛൻ ഇവിടെ ഇല്ലല്ലോ. ഇന്നലെ നാട്ടിൽ പോയില്ലേ? ആ, അതാണ് നിൻ്റെ മുഖത്തൊരു സന്തോഷം. അച്ഛനും അമ്മയും ഒന്നും വീട്ടിലില്ലാത്തത് കൊണ്ടാകും അല്ലേ ഈ ബാൽക്കണിയുടെ ഡോർ ഇങ്ങനെ തുറന്നിട്ടേക്കുന്നേ? അതിഥി ബാൽക്കണിയിൽ നിന്നുകൊണ്ട് വിളിച്ചു ചോദിച്ചു. ഞാൻ ചെടിക്ക് വെള്ളമൊഴിക്കാൻ തുറന്നതാ. ചേച്ചിക്കിപ്പോൾ ഫുള്ള് സംശയമാണല്ലോ. ശാലു, ദേ ഇങ്ങോട്ട് വന്നേ. ആ നിൽക്കുന്ന 2 പയ്യന്മാരിൽ ആരേലും ആണോ നീ അന്ന് പറഞ്ഞ് കാണാൻ കൊള്ളാവുന്ന ചേട്ടൻ? അതിഥിയുടെ ചോദ്യം കേട്ട് ശാലു ഡൈനിങ് ഹാളിൽ നിന്ന് ഒന്ന് എത്തി നോക്കി. ഏയ് അല്ല, ആ ചേട്ടനെ 2 ദിവസമായി കാണാനില്ല. ആഹാ, അത്ര നല്ല ഒബ്സർവേഷനാണല്ലോ. ഈ ആത്മാർത്ഥത +2 റിസൾട്ട് വരുമ്പോൾ അതിൽ നിന്ന് കാണണം കേട്ടോ. ഇനി ഞാൻ എന്നാണാവോ നിൻ്റെ അജ്ഞാത കാമുകനെ കാണാൻ പോകുന്നേ? അതിഥി കളിയാക്കി ചോദിച്ചു. അയ്യേ, അവനെൻ്റെ കാമുകനൊന്നുമല്ല. പിന്നെ നീ എന്തിനാ ആ ഫ്ലാറ്റിലെ കാര്യം പറയുമ്പോൾ തന്നെ ഇത്ര നാണിക്കുന്നേ? എനിക്കൊരു നാണവും ഇല്ല ചേച്ചി, ചേച്ചിക്ക് തോന്നുന്നതാ. ശാലുവിന് ആ പയ്യൻ്റെ മേലൊരു കണ്ണുണ്ടെന്ന് അതിഥിക്ക് നന്നായി മനസ്സിലായെങ്കിലും കൂടുതൽ ചോദിച്ച് വെറുപ്പിക്കേണ്ടെന്ന് കരുതി അവൾ വിഷയം മാറ്റി. രാത്രി റൂമിലെത്തിയപ്പോൾ വരാന്തയിൽ ഫോണും വിളിച്ച് ദേവിക നിൽപ്പുണ്ടായിരുന്നു. അതിഥിയെ കണ്ടപാടെ അവൾ ഫോൺ കട്ട് ചെയ്ത് ഓടി അടുത്തെത്തി. വാലൻറ്റൈൻസ് ഡേക്ക് ഒരുപാട് സമ്മാനമൊക്കെ കിട്ടിയെന്ന് തോന്നുന്നല്ലോ. ആ, ചേച്ചിക്ക് എങ്ങനെ മനസ്സിലായി? ഇതൊക്കെ കഴിഞ്ഞല്ലേ നമ്മൾ വരുന്നേ. അത് പോട്ടെ, എന്തൊക്കെ കിട്ടി? ഞാൻ ഇന്ന് ക്ലാസ്സിൽ പോയില്ല. ഞങ്ങൾ 2 ആളും കൂടെ കറങ്ങാൻ പോയി. ഇവിടെ അടുത്ത് ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് റൈഡിനങ്ങ് പോയി. പിന്നെ അവൻ എനിക്ക് കുറേ ഡ്രസ്സൊക്കെ വാങ്ങി തന്നു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. നീ എന്തു മേടിച്ചു? നീ അവനെന്തു മേടിച്ചു കൊടുത്തു? ഞങ്ങളുടെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തു. വലിയ ഗിഫ്റ്റ് വാങ്ങാനുള്ള ക്യാഷ് എൻ്റെ കയ്യിൽ എവിടുന്നാ? അപ്പോൾ അവന് എവിടുന്നാ ഇതൊക്കെ വാങ്ങാൻ ക്യാഷ്? ആൺകുട്ടികൾക്ക് എങ്ങനെയെങ്കിലും ക്യാഷ് കിട്ടുമല്ലോ, നമ്മളെപ്പോലെയല്ല. ഈ ആൺകുട്ടികൾക്ക് മേലോട്ട് നോക്കി നിന്നാൽ കയ്യിൽ ക്യാഷൊന്നും വരില്ല ദേവു.
ഒന്നുകിൽ വീട്ടിൽ ഉടായിപ്പ് പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ പാവം വല്ല പണിക്കും പോകുന്നുണ്ടാവും. ഞാൻ വേണമെന്ന് പറഞ്ഞില്ലല്ലോ, എല്ലാം അവൻ ഇഷ്ടത്തിന് വാങ്ങിത്തരുന്നതല്ലേ. ചേച്ചി എന്താ ഒരുമാതിരി എന്നെ കുറ്റപ്പെടുത്തും പോലെ സംസാരിക്കുന്നേ? അതിഥി പറഞ്ഞത് ദേവികയ്ക്ക് ഇഷ്ടമായില്ല. അയ്യോ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്താൻ പറഞ്ഞൊന്നുമല്ല. രണ്ടാൾക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് തന്നെ അത് പണിയാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നീ അത് വിട്. അതിഥി വേഗം വിഷയം മാറ്റി. നീ പിന്നെ റൂമിലേക്കൊന്നും വന്നില്ലല്ലോ, സാക്ഷിയെ പഠിച്ചിട്ടാ? അല്ല, കുറച്ച് തിരക്കായിപ്പോയി. ഞാൻ ഇടയ്ക്ക് വരാം. ചേച്ചി പുതിയ ബിൽഡിങ്ങിലേക്ക് മാറുമ്പോൾ വരാം. ഫോൺ വിളി ബാക്കിയുണ്ട്, പിന്നെ കാണാട്ടോ. ദേവു റൂമിലേക്ക് പടികൾ കയറിപ്പോയി. ദേവികയോട് അത്രയൊന്നും പറയേണ്ടായിരുന്നുവെന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ അതിഥിക്ക് തോന്നി. എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ താൻ അഭിപ്രായം പറയാനും ഉപദേശം നൽകാനും നിൽക്കുന്നത്? അവൾ അവളുടെ തലമണ്ടയ്ക്ക് തന്നെ 2 കൊട്ടു കൊടുത്തു. ഒരുപക്ഷെ ദേവികയിൽ എവിടെയൊക്കെയോ തന്നെ കാണുന്നതുകൊണ്ടാകും താൻ അനുഭവിച്ച കടന്നുപോയ വേദനകൾ അവൾ കൂടെ അനുഭവിക്കേണ്ട എന്ന് കരുതിയിട്ടാവും. അവൾ ഓരോ കാരണങ്ങൾ കണ്ടെത്തി സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോണിൽ അങ്കിളിൻ്റെ കോൾ വന്നത്. അവൾ സമയം നോക്കി. 1 മണി കഴിഞ്ഞിരിക്കുന്നു. ആൾ എന്തിനാണ് ഈ സമയം തന്നെ വിളിക്കുന്നത്? ഇനി എന്തെങ്കിലും അത്യാവശ്യമാവുമോ? നാട്ടിൽ വല്ല പ്രശ്നം ഉണ്ടായി കാണുമോ? നീ ആ ഫോൺ എടുക്കുന്നില്ലെങ്കിൽ കട്ട് ചെയ്യുകയെങ്കിലും ചെയ്യുക, എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല. റിങ് ചെയ്യുന്ന ഫോണിലേക്ക് തുറിച്ചു നോക്കിക്കൊണ്ടിരുന്ന അതിഥിയോട് ഉറക്കച്ചടവിൽ സാക്ഷി വിളിച്ചു പറഞ്ഞു. അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ, മോൾ ഉറങ്ങിയോ? ഫോണിൽ അങ്കിൾ തന്നെയാണ്. സമയം 1 മണി കഴിഞ്ഞില്ലേ? ഞാൻ നേരത്തെ കിടന്നു. എന്ത് പറ്റി അങ്കിളെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, പ്രശ്നമൊന്നുമില്ല. അങ്കിൾ വെറുതെ സംസാരിക്കാൻ വിളിച്ചതാ. മോൾ വീട്ടിൽ വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവാറില്ലല്ലോ. ബാംഗ്ലൂർ എല്ലാം ഇഷ്ടമായോ? കുഴപ്പമൊന്നുമില്ല. പാതിരാത്രി വിളിച്ച് ബാംഗ്ലൂർ വിശേഷം ചോദിക്കുന്നത് അവൾക്ക് അത്ര ഇഷ്ടമാവാത്തതിനാൽ സംസാരം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ അവൾ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എവിടെയൊക്കെ പോയി ബാംഗ്ലൂർ വന്നിട്ട്? അവൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന കാര്യം മനസ്സിലായിട്ടും വീണ്ടും അങ്കിൾ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അങ്കിൾ ഇപ്പോൾ എവിടെയാ? ഇവിടെ ഇല്ലേ? ആൻറ്റി ശാലു എവിടെ? ഞാനിപ്പോൾ നാട്ടിലല്ലേ. ഇവിടുന്ന് ഒരു പെഗ് ഒക്കെ അടിച്ച് മൂടായിരിക്കുക. അല്ലെങ്കിലും ആൻറ്റി ഉള്ളപ്പോൾ ഇങ്ങനെ വിളിക്കാൻ പറ്റുമോ? നമുക്ക് ഓപ്പണായി ഫ്രീ ആയി സംസാരിക്കാൻ പറ്റില്ലല്ലോ. അങ്കിൾ എന്തൊക്കെയാണ് പറയുന്നത്? ആൻറ്റി അറിയാത്ത എന്താണ് അങ്കിളിന് എന്നോട് ഫ്രീ ആയി സംസാരിക്കാനുള്ളത്? അവൾ അല്പം കടുപ്പിച്ച് ചോദിച്ചു. അയ്യോ, രാത്രി ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചത് കൊണ്ടാണോ മോൾ ദേഷ്യപ്പെടുന്നത്? അങ്കിൾ മോളെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് കരുതിയല്ല വിളിച്ചത്. ഒരു കാര്യം ചെയ്യാം, അങ്കിൾ ബാംഗ്ലൂർ വന്നിട്ട് നമുക്ക് 2 ആൾക്കും കൂടി ഒരു ട്രിപ്പ് പോകാം, മോൾ റെഡി ആകുമ്പോൾ. അവൾക്കതിന് എന്തു മറുപടി പറയണമെന്ന് മനസ്സിലായില്ല. ആൻറ്റിയെ ഒഴിവാക്കി സംസാരിക്കാനും ട്രിപ്പ് പോകാനും വിളിക്കാൻ മാത്രം ധൈര്യം ഇയാൾക്ക് എവിടുന്ന് കിട്ടി? അങ്കിൾ, എനിക്ക് നാളെ ഓഫീസിൽ പോകാനുണ്ട്, ഞാൻ വെക്കുക. അവൾ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ തന്നെ വാട്സാപ്പിൽ അങ്കിളിൻ്റെ മെസ്സേജുകൾ വന്നു തുടങ്ങി. ഞാൻ തിരിച്ചു വരുന്നതുവരെ ഇടയ്ക്കിടെ വിളിക്കാം. മോൾ ഫോൺ എടുക്കണം. എനിക്കിവിടെ ബാംഗ്ലൂരിൽ വലിയ സുഹൃത്തുക്കളൊന്നുമില്ല. മോളാകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് മിണ്ടിയും പറഞ്ഞും ഇരിക്കാമല്ലോ. മോൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, മടിക്കണ്ട കേട്ടോ. താൻ മെസ്സേജ് കണ്ടിട്ട് മറുപടി പോലും കൊടുക്കാതിരുന്നിട്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞ് അയാൾ മെസ്സേജ് അയക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ഓക്കാനം വന്നു. ഒരൊറ്റ നിമിഷത്തിൽ ഒരാളെക്കുറിച്ചുള്ള എല്ലാ ധാരണകളും തകർന്നടിഞ്ഞപ്പോൾ കരയാൻ പോലുമാകാതെ അവൾ കട്ടിലിൽ സ്തംഭിച്ചിരുന്നു. മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് എങ്ങനെയാണ് ഇയാൾക്കിങ്ങനെ പെരുമാറാൻ കഴിയുന്നത്? സുരക്ഷിതമെന്ന് കരുതി നാം ചെന്നു ചേർന്ന ഇടങ്ങളിലൊക്കെ നമ്മെ ചേർത്ത് നിർത്തിയത് മറ്റൊരു വിധമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾക്ക് കണ്ണു നിറഞ്ഞു. അന്ന് രാത്രി അവൾക്കുറങ്ങാൻ കഴിഞ്ഞില്ല. ഇന്നലെ രാത്രി നടന്നത് ഒരു ദുസ്വപ്നമാവണമെന്ന് പ്രാർത്ഥിച്ചാണ് അവൾ കണ്ണു തുറന്നത്. നെറ്റ് ഓൺ ചെയ്തപ്പോൾ വീണ്ടും അങ്കിളിൻ്റെ കുറേ ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ. ഓഫീസിൽ പോകുന്നവരെ സാക്ഷി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അവളൊന്നും വ്യക്തമായി കേട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞ് അവൾ നേരെ ഓഫീസിലേക്ക് ഇറങ്ങി. എത്ര ശ്രമിച്ചിട്ടും അവൾക്കൊന്നിലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ആരോടെങ്കിലും പറഞ്ഞെങ്കിൽ താൻ എന്താകും എന്ന് അവൾക്ക് തോന്നി. പക്ഷേ ആരെയാ വിളിക്കണ്ടേ? മകൾക്ക് എന്തു പറ്റിയാലും ഓടിയെത്തുമെന്ന് കരുതി അയാളുടെ കയ്യിലേൽപ്പിച്ച അച്ഛനെയും അമ്മയെയും വിളിക്കണോ? വേണ്ട. ഇതറിഞ്ഞാൽ അപ്പോൾ തന്നെ തിരിച്ചു വരാൻ അവർ വേറെ ഒന്നും പറയാൻ സാധ്യതയില്ല. ലയയെ വിളിച്ചാൽ അവളിത് വലിയ പ്രശ്നം ഉണ്ടാക്കും. അവൾ ഫോണെടുത്ത് ചിറ്റയുടെ നമ്പർ ഡയൽ ചെയ്തു. അച്ഛൻ്റെ മൂത്ത ചേട്ടൻ്റെ മകൻ്റെ ഭാര്യയാണ് ചിറ്റ.
ചെറുപ്പത്തിൽ കൂട്ടുകുടുംബത്തിൽ ആയതിനാൽ കല്യാണം കഴിച്ച് വീട്ടിൽ വന്ന അന്നു മുതൽ അവൾ ചിറ്റയുമായി നല്ല കൂട്ടാണ്. കുടുംബത്തിൽ മറ്റാരേക്കാൾ അവൾക്ക് സ്നേഹവും വിശ്വാസവും ചിറ്റയോടാണ്. ബാംഗ്ലൂരിൽ പോയത് പിന്നെ നിൻ്റെ വിവരമൊന്നുമില്ലല്ലോ? ഫോൺ എടുത്ത പാടെ ചിറ്റ ചോദിച്ചു. ചിറ്റയുടെ ശബ്ദം കേട്ട പാടെ അവൾ കരച്ചിൽ നിയന്ത്രിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞു. അയ്യോ, നീ എന്തിനാ അമ്മു കരയുന്നേ? എന്നെ വെറുതെ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ. ഓഫീസിൽ ആളുകൾ വന്നു തുടങ്ങിയെന്ന് കണ്ടപ്പോൾ അവൾ കണ്ണു തുടച്ച് ഫോണുമായി ബാത്റൂമിലേക്ക് നടന്നു. കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. എന്ത് വൃത്തികെട്ടവനാണ്! അവിടുന്ന് കിട്ടി, എവിടുന്ന് കിട്ടി അയാൾക്ക് ഇത്രയും ധൈര്യം? നീ അയാളെ വിളിക്കേ, അല്ലെങ്കിൽ ഞാൻ വിളിക്കാം, 2 എണ്ണം പറയാം. വേണ്ട, ഒരു പ്രശ്നമായാൽ ആൻറ്റിയുടെ കാര്യം ഓർത്തു നോക്കൂ. സ്വന്തം അച്ഛൻ ഇങ്ങനെയാണെന്ന് ശാലുവിനോട് ഞാൻ എങ്ങനെ പറയും? നീ അവരോടൊന്നും പറയണ്ട, അയാളെ വിളിക്കേ, എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ അങ്ങ് പറഞ്ഞാൽ മതി. ചിറ്റ ഫോൺ കട്ട് ചെയ്ത പാടെ അവൾ അങ്കിളിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. അങ്കിൾ, എന്തിനാ ഇന്നലെ രാത്രി എന്നെ വിളിച്ചത്? ഫോൺ എടുത്ത പാടെ അവൾ കടുത്ത സ്വരത്തിൽ ചോദിച്ചു. ഞാൻ ചുമ്മാ സംസാരിക്കാൻ വിളിച്ചതല്ലേ. നട്ടപ്പാതിരിക്ക് വെള്ളമടിച്ചിട്ടാണോ മോളുടെ പ്രായമുള്ള പെൺകുട്ടിയോട് സംസാരിക്കാം, ഒറ്റയ്ക്ക് ട്രിപ്പ് പോകാം എന്നൊക്കെ പറയുന്നത്? ഒരാഴ്ച ഇവിടെ ഉണ്ടായിട്ട് ഈ അന്വേഷണമൊന്നും കണ്ടില്ലല്ലോ. ആൻറ്റി ഇല്ലാത്തപ്പോൾ സംസാരിക്കാമെന്ന് പറഞ്ഞത് എന്തുദ്ദേശിച്ചിട്ടാ? അവൾക്ക് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. അയ്യോ, മോളിങ്ങനെ അങ്ങനെ അതിനെടുക്കണ്ട. മോൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുമെന്ന് കരുതി. മോൾ ഞാൻ വിളിച്ച കാര്യം ആൻറ്റിയോടൊന്നും പറയണ്ട കേട്ടോ. അങ്കിൾ മയപ്പെട്ട സ്വരത്തിൽ അപേക്ഷ എന്നോണം പറഞ്ഞു. അതെന്താ ആൻറ്റി അറിഞ്ഞാൽ? അങ്കിൾ സംസാരിക്കാൻ വിളിച്ചതല്ലേ. പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലെന്നും തോന്നുന്നുണ്ടെങ്കിൽ ഇത്ര പേടിക്കേണ്ട ആവശ്യം എന്താ? ഇനി മേലാൽ എൻ്റെ ഫോണിൽ വിളിക്കരുത്. ആൻറ്റി അറിയാതെയുള്ള ഒരു ഇടപാടും എനിക്ക് അങ്കിളുമായിട്ട് വേണ്ട. അവൾ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്ത് അയാളുടെ നമ്പർ ബ്ലോക്ക് ചെയ്തു. മനസ്സിൽ നിന്നും എന്തോ ഭാരം ഇറക്കി വെച്ചതുപോലെ സമാധാനത്തിൽ അവൾ വീണ്ടും ചിറ്റയെ വിളിച്ചു. അമ്മു, നമുക്ക് വേണ്ടി സംസാരിക്കാൻ എപ്പോഴും മറ്റൊരാൾ വരുമെന്ന് കരുതി കാത്തു നിൽക്കരുത്. നിനക്കിഷ്ടമില്ലാത്തൊരു കാര്യം നടന്നാൽ അപ്പോൾ തന്നെ വെട്ടി തുറന്ന് പറഞ്ഞേക്കണം. നീ ധൈര്യമുള്ള കുട്ടിയല്ലേ. നിന്നോട് ഞാൻ ഇതൊന്നും പറഞ്ഞു തരണ്ടല്ലോ. ചിറ്റ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എനിക്കറിയാം, പക്ഷേ അങ്കിളിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. സാരമില്ല, പോട്ടെ. ഇനി അയാൾ എന്തേലും ചെയ്താൽ ബാക്കി നമുക്ക് അപ്പോൾ കാണാം. എനിക്ക് മോനെ സ്കൂളിൽ വിടണം. ഞാൻ എന്നിട്ട് വിളിക്കാം. ചിറ്റ ഫോൺ വെച്ചു. രാത്രി ഹോസ്റ്റലിൽ സാക്ഷി ഉണ്ടായിരുന്നില്ല. അവൾ ചേച്ചിയുടെ വീട്ടിൽ പോയി മുറിയിൽ ഒറ്റയ്ക്കിരുന്നപ്പോൾ അവൾക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. ഫോണിൽ ആൻറ്റിയുടെ മിസ് കോളുണ്ട്. ഇന്ന് വൈകുന്നേരം വരണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല. അവൾ ഡയറി എടുത്ത് പാർക്കിലേക്ക് നടന്നു. ഹോസ്റ്റലിന് മുൻപിലായി ഒരു ചെറിയ തടാകവും അതിനോട് ചേർന്ന് വിശാലമായ പാർക്കുമുണ്ട്. വൈകുന്നേരം നടക്കാനും കളിക്കാനും എത്തുന്നവരൊക്കെയായി പാർക്ക് സജീവമാകും. നല്ല ചൂടുള്ള ചൊട്ടച്ചോളത്തിനൊപ്പം ഉപ്പും മുളകും തേച്ച് തരുന്ന ഉന്തുവണ്ടി കടകളും ഐസ്ക്രീം കടകളുമെല്ലാം അവിടെ നിറയേയുണ്ട്. അവൾ വെളിച്ചം കിട്ടുന്ന ഒരു ബെഞ്ചിലേക്ക് പോയിരുന്നു. അടുത്ത ദിവസം അടുത്ത ഭാഗവുമായി കാണുന്നതുവരെ നമസ്കാരം.